അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ PCBയുടെ കോമ്പോണൻസുകൾ, ഫ്യൂസുകൾ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഫ്യൂസാണ് കത്തിപ്പോയിട്ടുണ്ടാകുന്ന നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കുക. മൾട്ടിമീറ്ററിൽ നമുക്കിങ്ങനെ ഈ 2 പോയിന്റ് നമ്മൾ തമ്മിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റീഡിങ് കാണിക്കും. പിന്നെ ഈ റെസിസ്റ്റൻസ് കത്തിപ്പോയിട്ടുണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ചിമ്മിണി വർക്ക് ചെയ്യില്ല. പിന്നെ ഇതൊരു ലൈൻ പ്രൊട്ടക്ടറാണ്. ഇത് ഹൈ വോൾട്ടേജ് കയറി കഴിഞ്ഞാൽ ഇതും പൊട്ടിയിട്ടുണ്ടാകുന്ന നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ ഈ കപ്പാസിറ്ററും ബൾജായിട്ടുണ്ടാകുന്ന നോക്കുക. ചെറിയ കപ്പാസിറ്റർ ആയാലും വലിയ കപ്പാസിറ്റർ ആയാലും ബൾജായിട്ടുണ്ടാകുന്ന നോക്കുക. ഇപ്പോൾ നമ്മൾ ലൈൻ ഇവിടെ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഇത് PCB ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ചിമ്മിണിയുടെ ആ ഒരു ബോർഡ് ഓൺ ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഈ സെക്കൻഡറി ലൈനിലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രൗണ്ടെന്നും അത് ഒരു പോസിറ്റീവ് എന്നുള്ള സംഭവം കാണാൻ പറ്റും, ഡാറ്റയെന്നും കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്രൗണ്ടും പോസിറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനകത്ത് നമുക്കൊരു 5 വോൾട്ടേജ് വരണം. ഇതിപ്പോൾ ഇതിൻ്റെ ഡാറ്റയിൽ നമ്മൾ ഗ്രൗണ്ടും പോസിറ്റീവും നോക്കുമ്പോഴത്തേക്കും 5 വോൾട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഈ 5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഓക്കെ ആണെന്നുള്ളതാണ്. ഇനി നമുക്ക് ടച്ചിൻ്റെ ഡാറ്റ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സപ്ലൈയിൽ പവർ വരുന്നുണ്ടെന്ന് നോക്കുക. ഇത് ഇത്രയും ഭാഗത്ത് പവർ സപ്ലൈ ഇതിനകത്ത് ഈ 3 സപ്ലൈയും വരുന്നുണ്ട് എങ്കിൽ ഈ ഒരു PCB ഒക്കെയാണ്. നമുക്ക് ടച്ച് PCB റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡ് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സ്പീഡ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്, ടെസ്റ്റർ കത്തുന്നുണ്ട്. ഇനി സെക്കൻഡ് സ്പീഡ് ഇടുമ്പോഴത്തേക്കും സെക്കൻഡിനകത്ത് സപ്ലൈ വന്നിട്ടുണ്ട്, ഇവിടെ തേർഡിലും സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ PCB ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇങ്ങനെയാണ് ഒരു നോർമലി ഒരു ആൾക്ക് ഈ PCB ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.